മുലപ്പാൽ ലഭിക്കാതെ കരഞ്ഞു കരഞ്ഞ് മരിക്കുന്ന കുഞ്ഞുങ്ങൾ, പോഷക ഗുണമുള്ള ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ബാല്യങ്ങൾ, ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ മുലപ്പാൽ പോലും വറ്റിപ്പോയ ഉമ്മമാർ, ശുദ്ധമായ വെള്ളം പോലും ലഭിക്കാത്ത ഈ മനുഷ്യർക്ക് കയറിക്കിടക്കാൻ തകർത്തു കളഞ്ഞ കോൺക്രീറ്റ് കൂനകളുടെ തണലുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കർണപടം പൊട്ടുമാർ ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ തീർക്കുന്ന പരുക്കുകൾ ചികിത്സിക്കാൻ നല്ല ഒരു ആശുപത്രി പോലും ബാക്കിയില്ല. മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നല്ല വാക്കുകൾ പോലും പറയാനില്ലാത്ത രക്ഷിതാക്കളുടെ നാടുകൂടിയായി മാറിയിരിക്കുന്നു ഗസ. നാളെ എന്ന ഒരു ദിവസം പുലരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത കുറേ ജീവിതങ്ങൾ. ഗസയിലെ വിവരണാതീതമായ ഈ ദുരിതം ചൂണ്ടിക്കാട്ടി വൻ ശക്തികളായ രാഷ്ട്രങ്ങൾ ഉപരോധ ഭീഷണി മുഴക്കിയിട്ടും ആക്രമണം ഒരു ഇഞ്ച് കുറയാതെ തുടരുന്ന ഇസ്രായേൽ. കേട്ടുകേൾവിയില്ലാത്ത ഒരു കൂട്ടക്കുരുതിക്ക്, വംശഹത്യക്ക് ഇസ്രായേൽ എന്ന ക്രൂര രാഷ്ട്രം ഈ ആധുനിക കാലത്തും തുനിയുമ്പോൾ വാക്കുകൊണ്ട് പോലും അവരെ തടയാത്ത കുറേ രാജ്യങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതികളും ഐക്യരാഷ്ട്രസഭ പോലും നോക്കുകുത്തികളായ കാഴ്ചയുടെ നൊമ്പരമാണ് ഗസ നമുക്ക് മുമ്പിൽ വരച്ചിടുന്നത്. ഞങ്ങൾക്ക് നാളെക്കുറിച്ചുള്ള ചിന്തയില്ലെന്നാണ് പ്രദേശത്തെ സാഹചര്യത്തെക്കുറിച്ച് ഗസ നിവാസിനിയായ റീംസിദിയ പറയുന്നത്. ഇവിടെ ഗസയിലുള്ള ഞങ്ങൾ ആരും നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് നാളെ ജീവിക്കുമെന്നോ നാളെ എന്ത് സംഭവിക്കുമെന്നോ ഒരു ഉറപ്പുമില്ല. സിദിയ അൽ ജസീറോട് പറഞ്ഞ വാക്കുകളാണിത്. 2023 ഒക്ടോബറിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഏറ്റവും രക്തരൂക്ഷിതവും ദുരിതപൂർണവുമായ ദിനങ്ങളാണ് ഗസയിൽ കഴിഞ്ഞു പോകുന്നത്. വ്യോമ കരയാക്രമണങ്ങൾക്കൊപ്പം പട്ടിണി മരണവും ഇസ്രായേൽ ആയുധമാക്കിയ കാഴ്ചയാണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 29 കുഞ്ഞുങ്ങളാണ് പട്ടിണി മൂലം മാത്രം മരിച്ചു വീണത്. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്തിനിടെ 60 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 100ഓളം പേർക്ക് പരിക്കേറ്റു. ഗസയിലെ കൂട്ടക്കുരുതി 593 ദിവസമായതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 53,762 ഉയർന്നു. ഖാൻ യൂനിസിലും വടക്കൻ ഗസയിലും 24 മണിക്കൂറിനുള്ളിൽ 1 ഡസനോളം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. 3 മാസത്തോളമായി ഭക്ഷ്യസാധനങ്ങൾ, മരുന്ന്, ഇന്ധനം തുടങ്ങിയവയെല്ലാം ഗസയിലെത്തുന്നത് ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുകയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, കാനഡ തുടങ്ങിയ വൻ ശക്തികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗസയ്ക്ക് മേലുള്ള ഉപരോധത്തിൽ ചെറിയ ഇളവ് വരുത്താൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. ഇതോടെ ഇന്നലെ 90 ലോഡ് മാനുഷിക സഹായം ഗസയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ വിതരണം ഇതുവരെയും തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം. മാവ്, ബേബി ഫുഡ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സഹായം വെയർഹൗസുകളിലേക്ക് കൊണ്ടുപോയതായി UN അറിയിക്കുന്നു. ഗസയിലേക്കുള്ള പ്രവേശന കവാടമായ റഫ അതിർത്തി അടച്ചതോടെ 100 കണക്കിന് സഹായ ട്രക്കുകളാണ് കാത്തുകെട്ടിക്കിടക്കുന്നത്. ബുധനാഴ്ച 100 ട്രക്കുകൾ ഗസയിൽ എത്തിയതായി ഇസ്രായേൽ പറയുന്നുണ്ട്. ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള പുതിയ വിതരണ സംവിധാനം ദിവസങ്ങൾക്കകം നിലവിൽ വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നു. ഹമാസിന് നിയന്ത്രണമില്ലാത്ത വിതരണ സംവിധാനമാണ് ഇസ്രായേൽ തയ്യാറാക്കുന്നത്. അതേസമയം പുതിയ സംവിധാനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ഹമാസ് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും അധികാരത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.